ഭാരതത്തിന്റെ അഭിമാന താരം PR ശ്രീജേഷിനെ അപമാനിച്ച് സംസ്ഥാന സർക്കാർ. PR ശ്രീജേഷിന് സ്വീകരണം നൽകുന്ന പരിപാടി സർക്കാർ മാറ്റിവെച്ചു. കായിക വിദ്യാഭ്യാസ വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് മാറ്റം. കായിക മന്ത്രിയുടെ പരാതിയെ തുടർന്നാണ് പരിപാടി മാറ്റിവെച്ചത്. കുടുംബസമേതം തിരുവനന്തപുരത്തെത്തിയ ശേഷമാണ് ശ്രീജേഷ് തീരുമാനമറിഞ്ഞത്. വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, രാജ്യത്തിൻ്റെ അഭിമാന താരം, ലോകത്തിൻ്റെ നെറുകയിലേക്ക് തന്നെ ഭാരതത്തെ എത്തിച്ച മലയാളത്തിൻ്റെ അത്രയും പ്രിയപ്പെട്ട താരമായ ശ്രീജേഷിനെയാണ് സംസ്ഥാന സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസം അപമാനിച്ചത്. വലിയ സ്വീകരണം ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ച്, പക്ഷേ അദ്ദേഹം കുടുംബസമേതം തലസ്ഥാനത്ത് എത്തിയ ശേഷമാണ് ഈ പരിപാടി മാറ്റിവെച്ചതെന്ന കാര്യം പോലും ഔദ്യോഗികമായി അറിയിക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകം ഉയർന്നു കഴിഞ്ഞതും, അല്ലേ? അതെ സുരേഷ്, വലിയ രീതിയിൽ വ്യാപകമായി പ്രതിഷേധം ഉയരുന്നുണ്ട്. പല തലങ്ങളിൽ നിന്നും വിമർശനം ഈ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഭാരതത്തിന്റെ അഭിമാന താരമാണ് ശ്രീജേഷ്, PR ശ്രീജേഷ്. ശ്രീജേഷിന് നാളെ, അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു സ്വീകരണ ചടങ്ങ് തിരുവനന്തപുരത്ത് ഒരുക്കിയത്. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലായിരുന്നു ഈ ഒരു ചടങ്ങ്. 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചതിനു ശേഷം അറിയിച്ചത്. 3000-ഓളം ആളുകൾക്ക് ക്ഷണപത്രിക നൽകിയിട്ടുണ്ട്. അതിൽ 300-ഓളം വിശിഷ്ട അതിഥികളുണ്ട്. മാത്രമല്ല, വലിയൊരു ഘോഷയാത്ര, ഒരു വമ്പൻ ഘോഷയാത്രയും വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ചിരുന്നു. അതായത് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിലേക്കാണ് ഈ ഘോഷയാത്ര സംഘടിപ്പിച്ചിരുന്നത്. നിരവധി പേർ അണിനിരക്കുന്ന ഘോഷയാത്ര. മാത്രമല്ല, വിവിധ 300-ഓളം വിശിഷ്ട അതിഥികൾ ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. ആയിരക്കണക്കിന് ആളുകളെയും ഈ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നമ്മൾ ഇറങ്ങി എവിടെ നോക്കുകയാണെങ്കിലും അവിടെ എല്ലാം ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ഫ്ലക്സ് നമുക്ക് കാണാൻ കഴിയും. അത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയുടെ മുന്നിൽ ഉൾപ്പെടെ ഈ ഫ്ലക്സ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇത്തരത്തിൽ തലസ്ഥാനത്ത് പലയിടങ്ങളിലും വമ്പൻ സ്വീകരണം ഒരുക്കി എന്നുള്ള തരത്തിൽ ഈ ഫ്ലക്സ് ബോർഡുകളെല്ലാം സ്ഥാപിച്ചിരുന്നു. പക്ഷെ ഇന്നലെ വാർത്താ സമ്മേളനം ഉച്ചയ്ക്ക് നടത്തി വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളൊക്കെ അറിയിച്ചതിന് ശേഷം രാത്രിയോടുകൂടിയാണ് പരിപാടി റദ്ദ് ചെയ്തതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചത്. ഇതിന്റെ ഒരു കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ, കായിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നം ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ശ്രീജേഷ്. അതുകൊണ്ട് ശ്രീജേഷിന് ഇത്തരത്തിലൊരു സ്വീകരണ പരിപാടി ഒരുക്കണം എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അറിയിക്കുകയും ചെയ്തു. അത് നാളെയാണ്. അതിനായി മുഖ്യമന്ത്രി അവൈലബിൾ ആയിരുന്നു. അദ്ദേഹത്തിന്റെ സമയവും നൽകി. അതിനു മുൻപ് ഇന്നലെയാണ് ഈ കായിക വകുപ്പ് ഒരു പരിപാടി സംഘടിപ്പിച്ചത്, സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. പക്ഷേ അതിന് മുഖ്യമന്ത്രിയുടെ ഒരു സമയം ലഭിച്ചില്ല. തുടർന്ന് ഈ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷം കായിക മന്ത്രി തന്നെ പരാതിയുമായി രംഗത്തെത്തുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയായിരുന്നു. അതായത് ഒളിമ്പ്യനാണ്, അതോടൊപ്പം തന്നെ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പല്ല, ആദ്യം അത് ഒരുക്കേണ്ടത് കായിക വകുപ്പാണ് എന്നുള്ളതാണ് കായിക മന്ത്രി വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഏകോപനമില്ലായ്മ, അല്ലെങ്കിൽ ഈ വകുപ്പുകളുടെ ഒരു തർക്കമാണ് ഇങ്ങനെ രാജ്യത്തിന്റെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു കായിക പ്രതിഭയെ ഇത്രത്തോളം അപമാനിച്ച ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതല്ലേ? തീർച്ചയായും ഈ രണ്ട് വകുപ്പുകളുടെ, വിദ്യാഭ്യാസ വകുപ്പിന്റെ കായിക വകുപ്പും തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മ, തർക്കം, ഇരു വകുപ്പുകളുടെയും ഒരു ഈഗോ, അത് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. രശ്മി, ഇവിടെ കൃഷ്ണാജ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം മണിക്കൂറുകൾക്ക് മുമ്പാണ്, ഏകദേശം 4 മണിക്കൂർ മുമ്പാണ് PR ശ്രീജേഷ് ഇങ്ങനെ ഒരു FB പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ഒരു സന്തോഷ നിമിഷം, അഭിമാന നിമിഷം. അവിടെയാണ് ഒരു നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് ശ്രീജേഷ് പറഞ്ഞു വെക്കുന്നത്. അത് എങ്ങനെ അല്ല ഇവിടുത്തെ നേതാക്കൾ എന്ന കാര്യത്തിലുള്ള ഒരു വിരൽ ചൂണ്ടൽ കൂടിയാണ്. കാരണം കായിക താരത്തെ അപമാനിച്ച ഒരു സമീപനം, അതും ഭാരതത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിൻ്റെ നെറുകയിലേക്ക് രാജ്യത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു കായിക പ്രതിഭയെ ഏത് തരത്തിലാണ് നമ്മുടെ കായിക മേഖല, നമ്മുടെ സംസ്ഥാനം അപമാനിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനുള്ള ഒരു കൃത്യമായ മറുപടി കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ മലയാളികൾ ഒന്നാകെ ശ്രീജേഷിൻ്റെ പിന്നിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം പ്രതിഷേധവുമാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉയർന്നുകൊണ്ടിരിക്കുന്നതും, അല്ലേ?
അത്തരത്തിൽ തന്നെയാണ് ഈ മലയാളികൾ ഒന്നടക്കം ഈ സ്വീകരണ പരിപാടി നേരത്തെ തന്നെ ഒരുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് കൃത്യമായി സ്വീകരണം ഒരുക്കേണ്ടത് അത് നമ്മുടെ അഭിമാനമാണ്, മലയാളിയുടെ അഭിമാനമാണ്, ഭാരതത്തിന്റെ അഭിമാനമായിട്ടുള്ള ആളാണ് ഈ ഒരു മെഡൽ ജേതാവായിട്ടുള്ള ശ്രീജേഷ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ സ്വീകരണം ഒരുക്കുകയും ഈ പറഞ്ഞ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള പരിപാടികൾ അത് കൃത്യമായി സംഘടിപ്പിക്കേണ്ട ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനുണ്ട്. ഇത്രത്തോളം പ്രധാനമന്ത്രി ചേർത്തു നിർത്തിയ ആൾ, അതിനുള്ള കൃത്യമായ മറുപടി 4 മണിക്കൂർ മുൻപ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീജേഷ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൃത്യമായ മറുപടി അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ ഉണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്തത് ഇപ്പോഴും പല തലങ്ങളിൽ നിന്ന് ഉയരുന്നൊരു ചോദ്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തുകൊണ്ടാണ് ഇതിലൊരു ഏകോപനമില്ലായ്മ വന്നു, പക്ഷേ എന്തുകൊണ്ട് ഈ പരിപാടി റദ്ദ് ചെയ്തു? ആ കാര്യങ്ങളൊന്നും കൃത്യമായി വിലയിരുത്താതെ ഉള്ള ഒരു നടപടിയാണോ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് പല തലങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു വിമർശനം. അതും 10,000-3000-ഓളം ആളുകൾക്ക് ഈ ക്ഷണം നൽകുകയും വലിയ രീതിയിലുള്ള ഒരു ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു. ശ്രീജേഷ് കുടുംബസമേതമാണ് തിരുവനന്തപുരത്തേക്ക് ഇന്നലെ എത്തുന്നത്. അദ്ദേഹത്തിന് മുൻകൂട്ടി പരിപാടി ഇല്ല എന്നുള്ള യാതൊരു വിവരവും ലഭിക്കുന്നില്ല. തന്റെ സ്വന്തം നാട് അംഗീകരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി കുടുംബസമേതം തിരുവനന്തപുരത്ത് എത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പരിപാടിയുടെ തീയതി പിന്നീട് തീരുമാനിക്കുമെന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി ജനം ടിവിയോട് അല്പസമയം മുൻപ് പ്രതികരിച്ചിരുന്നത്. അതിന്റെ ഒരു പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഡേറ്റ് പിന്നീട് അറിയിക്കും എന്നുള്ളതാണ്. പക്ഷേ അത് ഒരാളെ വിളിച്ചു വരുത്തുന്നു, അതിനുശേഷം ഒരു അനാദരവ് കാട്ടുന്നു. നേരത്തെ തന്നെ ഒരു കൃത്യമായ രീതിയിൽ അതിനുള്ള കായിക വകുപ്പാണെങ്കിലും വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലും ഏകോപനത്തോടു കൂടി ചെയ്യേണ്ട ഒരു സ്വീകരണ ചടങ്ങ്, അതിലാണ് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള അനാദരവ് നേരിടേണ്ടി വന്നത്. വിളിച്ചു വരുത്തി അപമാനിക്കുക, അത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ ഒരു കൃത്യമായി സമയം ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിരുന്നതാണ്. ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ 3 മണിക്ക് പരിപാടി നിശ്ചയിച്ച് ഈ ലക്ഷങ്ങൾ മുടക്കി ഈ തിരുവനന്തപുരം ഒട്ടാകെ ഫ്ലക്സുകൾ സ്ഥാപിക്കുന്നു. അതൊക്കെ അദ്ദേഹത്തിന് അർഹിക്കുന്നതാണ്. കാരണം ആ സ്വീകരണം നൽകേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അത് മലയാളികൾ ഒന്നടങ്കം ഈ സ്വീകരണം എന്തേ വൈകിപ്പോയി എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ശേഷം ഈ വകുപ്പുകൾ തമ്മിൽ കേവലം കായിക മന്ത്രി പരാതി നൽകുന്നു, വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ അത് സംഘടിപ്പിക്കുന്നത് അവരുടെ ഒരു ഈഗോ പ്രശ്നമായി മാറുന്നു. പക്ഷേ അതിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തു? ആ പരാതി ലഭിച്ചാൽ പോലും ഈ ഒരു പരിപാടി, നിശ്ചയിച്ച പരിപാടി 3 മണിക്ക് നാളെ നിശ്ചയിച്ച ഒരു പരിപാടി, അത് പെട്ടെന്ന് റദ്ദ് ചെയ്യാനുള്ളൊരു തീരുമാനം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുത്തു എന്നുള്ളതാണ് ഉയരുന്നൊരു വിമർശനം. പൊതുജനങ്ങളാകെ ആ ഒരു വിഷയത്തിൽ വളരെ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഇക്കാര്യത്തിൽ ഉയരുകയാണ്. ഇപ്പോഴും തിരുവനന്തപുരത്ത് എല്ലായിടങ്ങളിലും ആ ഫ്ലെക്സ് അതേ രീതിയിലുണ്ട്. 3 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു, അദ്ദേഹത്തിന് വലിയ സ്വീകരണം, ശ്രീജേഷിന് വലിയ സ്വീകരണം ഒരുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലെക്സുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം തന്റെ സ്വന്തം നാട് ഇത്തരത്തിലൊരു സ്വീകരണം ഒരുക്കുന്നു. മാത്രമല്ല മറ്റ് കായിക താരങ്ങൾക്ക് ജോലി ഉൾപ്പെടെ നൽകുന്ന ചടങ്ങ് കൂടിയുണ്ട്. 300-ഓളം വിശിഷ്ടാതിഥികളെ ക്ഷണിക്കുന്നു. അത് തന്റെ നാട് തന്നെ അംഗീകരിക്കുന്നു, ജന്മനാട് അംഗീകരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത്.